എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു വേദനയുണ്ടായാലും ആ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, ഒന്ന്, ഇത് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അല്ലാഹ് ഈ വേദന തന്നിരിക്കണം. നിന്റെ പാപങ്ങൾ പൊറുക്കുവാനും നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ രോഗം തന്നിരിക്കുന്നത്. എന്റെ ക്ലാസ് കേൾക്കുന്ന രോഗവും വേദനയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഉമ്മമാർ, സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറഞ്ഞേ. അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ പാപം പൊറുക്കുന്നുണ്ട്, നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയാണ്. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണ് രോഗം. പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ്. ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം അതാ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അത് മാറാനുള്ള മരുന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. കൈവക്കണം 7 പ്രാവശ്യം. എവിടെയാണോ വേദന കിടക്കുന്നത് ആ വേദന കിടക്കുന്ന ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ട് അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ വേദന മാറും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ, വേദന വല്ലാതെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നു, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്, ഈ 3 സൂറത്തുകൾ ഓതി വേദനയുള്ള ഭാഗത്തേക്ക് കയ്യിലൂതിയിട്ട് തടകി കൊടുക്കുക. അതിലൂടെ നമ്മുടെ രോഗം മാറും, നമ്മുടെ വേദന മാറും, നമ്മുടെ പ്രയാസം മാറും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.